ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ സർവമായ എന്ന് പറഞ്ഞ സിനിമ OTTയിൽ എത്തിയപ്പോൾ കണ്ടു. അതായത് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഞാൻ കണ്ടു. വളരെ പ്രതീക്ഷയോടെയാണ് സിനിമ കണ്ടത്. അതായത് ചിലർ പറഞ്ഞത് ഫീൽ ഗുഡ് സിനിമയാണെന്ന്. പക്ഷെ ഇത് ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇത് പണ്ട് എവിടെയോ കണ്ടതല്ലോ, ഓർമ്മ ഉണ്ടല്ലോ ഇതേപോലത്തെ ഒരു ക്ലൈമാക്സ്. അതായത് പണ്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നയൻതാരയുടെ വിസ്മയത്തുമ്പത്ത്. അത് ഇതുപോലെ തന്നെ, പ്രയത്നം ഓർമ്മയില്ല, സെയിം കഥ. പിന്നെ ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊടുക്കുന്നത്, എങ്കിലും ആ വിസ്മയത്തുമ്പത്തോലൊക്കെ തന്നെ. ഇതിലേം ഏക വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ഹിന്ദുക്കളൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നായിട്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ആ പ്രേതം സെയിം തന്നെ സാധനം. അതിൻ്റെ അകത്ത് നയൻതാരയ്ക്ക് ഓർമ്മയില്ല, എവിടെ വെച്ചാണ് മരിച്ചത് എന്നുള്ള ഓർമ്മയില്ല. ഇവിടെ അതെ ഓർമ്മയില്ല. ശരിക്കും രണ്ട് പ്രേതത്തിന് അമലേഷ്യ, അതാണ് കഥ. അതായത് വിസ്മയത്തുമ്പിൽ നിന്നാണ് ഈ സാധനം ഇൻസ്പയർ ആക്കുന്നത്. അത് പക്ഷെ നമുക്ക് അവസാനം അവിടെ വരെ സംഭവം മനസ്സിലാവില്ല. വിസ്മയത്തുമ്പതിന്റെ കോപ്പിയാണ്. കാരണം ആ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചത്. പെട്ടെന്ന് മനസ്സിലാവാണ്ടിരിക്കാൻ അവിടെ കുറെ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ കുത്തിക്കയറ്റിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും എന്ത് വലിയ കഥ കണ്ടിരുന്നത് അവിടെ. അവസാനമൊക്കെ എപ്പോഴാണ് തുമ്പത്ത് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഏകദേശം ഇതാണ് കോപ്പിയടി. പിന്നെന്താ പറയാ, നിവിൻ പോളി എന്നിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കുള്ള ബാധ കറ്റെന്ന സംഭവം നിസ്സാര കേസല്ല. ഈ ബാധ മികത്ത് കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നും ആയിരിക്കില്ല ആൾക്കാർ പെരുമാറുന്നത്. പ്രേതം മുറയും കൂടി കഴിഞ്ഞാൽ ഇതുപോലെ ബൾബ് മാത്രമായിരിക്കില്ല പൊട്ടണം, തലക്ക് സൂര്യ ഉണ്ടാവില്ല. ഇമാരുടെ ഇതൊക്കെ ലഘൂകരിച്ച് കാണിച്ചേക്കുവാണ്, പ്രശ്നമില്ലാത്ത പ്രേതന്നൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് നല്ല പാട്ടൊക്കെ ഉണ്ട് പുതിയ സിനിമയില്. പിന്നെ എന്താ പറയാ, ഇതാണ് സംഭവം. വിസ്മയത്തുമ്പത്തിന്റെ കഥ ഞങ്ങളെ ഇൻസ്പയർ ചെയ്തു. പക്ഷെ പെട്ടെന്ന് മനസ്സിലാവാണ്ടിരിക്കാനായിട്ട് ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യണ്. പിന്നെ ഈ നമ്പൂതിരിമാരുടെ കുറെ, അതായത് വേദങ്ങൾ പഠിച്ചിട്ട് പൂജ ചെയ്യണ പരിപാടിയുണ്ട് നമ്പൂതിരിമാർക്ക്. അമ്പലങ്ങളൊക്കെ ചെയ്യണ എങ്ങനെയാണ് പൂജ ചെയ്യണൊക്കെ, അതൊക്കെ കോപ്പി ചെയ്യ പെട്ടെന്ന് അറിയാണ്ടിരിക്കുക. പക്ഷെ ഈ സംഭവം ഒരു ഫീൽ ഗുഡും അല്ല, കോപ്പി അടിച്ചേക്കണാണ്, ഇൻസ്പയർഡ് ആണ് സാധനം. ഇത് ഞാൻ പറഞ്ഞ വിശ്വാസത്തിൽ വിസ്മയത്തുമ്പത്തൊന്ന് കണ്ടു നോക്ക്. അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ പ്രയത്നം ഓർമ്മയില്ല. പിന്നെ എൻ്റെ അത് വലിയ കഥയൊന്നും, ഞാൻ ഈ വിസ്മയത്തുമ്പത്തെണ്ണം കണ്ടിട്ട് ശേഷം ഇതിന്റെ ക്ലൈമാക്സ് കൂടി കണ്ടപ്പോ വെറുതെ അത്രോ നേരം നല്ല സിനിമ വെച്ചിരുന്ന എല്ലാം പോയി കിട്ടി. ക്ലൈമാക്സ് വരെയുള്ള ഈ സിനിമ എടുത്ത് ക്ലൈമാക്സ് കണ്ടാ തീർന്നു. അപ്പൊ ഓർമ്മ വരും ആ വിസ്മയത്തുമ്പത്തിന് ഇൻസ്പയർ. പിന്നെ കരച്ചു കരച്ച് ചിരി വരും. കാരണം വിസ്മയത്തുമ്പത്ത് ഫ്ലോപ്പോളാണ് ഏകദേശം. അതിൽ ഇത് കൂപ്പിടിച്ചൊരു സിനിമ ഉണ്ടാക്കിയാണ്. ഉണ്ടാക്കിയവരെ സമ്മതിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. ഈ സംഭവം വിസ്മയത്തുമ്പത്തിന്ന് ഇൻസ്പയർ ആക്കുന്ന ഒരു പടമാണത്. അതിലും പ്രയത്നം അമ്മളേശ്യം, ഇതിൻ്റെ അകത്തും അമ്മളേശ്യം ഓർമ്മയില്ല പ്രയത്നം. അപ്പൊ എത്ര ഉള്ളൂ സംഭവം. ബൈ, താങ്ക് യു ഫ്രണ്ട്സ്.